ഇവനും ഈ പയ്യനും കൂടെ അവിടെ വെച്ചൊരു അടിയാവുകയാണ്. ആ അടിക്കിടയിൽ ഇവനാണെങ്കിൽ അവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് ഫെയിൻ്റായിട്ട് വീഴുകയാണ്. അവന് പെട്ടെന്നൊരു തലയിറക്കം വരികയും അങ്ങനെ അവൻ ഫെയിൻ്റായിട്ട് വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ കൂടെ പഠിക്കുന്ന ബാക്കിയുള്ള പിള്ളേരെല്ലാവരും കൂടെ ഓടി അവൻ്റെ അടുത്ത് വന്ന് അവനെ ഒത്തിരി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എണീക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും ഓടി വരുന്നുണ്ട്. അവരും ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ അവൻ എണീക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ആംബുലൻസിനെ വിളിച്ച് വരുത്താണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസിന് ഇവനെ കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ്റെ മെഡിക്കൽ കണ്ടീഷൻ അറിയാമെന്നുള്ളൊരു പെൺകുട്ടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട, ഇവൻ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണം, ഇവന് ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പയ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി നിനക്കറിയാമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് ആംബുലൻസിലുള്ളവരും പറയണം. അങ്ങനെ ആ പെൺകുട്ടിയും അവരെ കൂടെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇവനിങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷനുള്ള കാര്യം അറിയുന്നത്. അതുവരെയ്ക്കും ഇവനിങ്ങനെ സുഖമില്ലാത്ത കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഇവന് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴാണ് അറിയുന്നത്. ഇവന് 6 മാസമാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം. അത് കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ അവൻ്റെ ഹെൽത്ത് മോശമാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ഹെൽത്ത് മോശമാവാൻ തുടങ്ങി. അവൻ ഇടയ്ക്കിടയ്ക്ക് പെയിൻ്റ് ആവാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ മുക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സിംറ്റംസ് ആയിട്ട് ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഇവന് ഡോക്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇവന് ബോധമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറയണം നീ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷേ ആ പയ്യൻ പറയണം ഇപ്പോൾ എനിക്ക് അഡ്മിറ്റ് ആകാൻ പറ്റില്ല, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ അവനും പറയുന്നുണ്ട്. താങ്ക് യു.